ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാളെ. ആകാംക്ഷയുടെ മണിക്കൂറുകളിലാണ് രാജ്യം. തുടർച്ചയായി മൂന്നാം തവണയും മോദി തുടരുമോ, ഇന്ത്യ സഖ്യം അധികാരത്തിലേറുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലുമാണ് രാജ്യം. അല്പസമയം മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണെന്ന് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. സ്വാതി ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സ്വാതി, ആകാംക്ഷയുടെ മണിക്കൂറുകൾ അവസാനിക്കാറായിരിക്കുന്നു. നാളെ പുലർച്ചെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ കഴിഞ്ഞ 2.5 മാസമായി നമ്മളിങ്ങനെ കാത്തുവച്ച ആ സസ്പെൻസിന് വിരാമമാകും. ആരാണ് രാജ്യം ഭരിക്കാൻ പോകുന്നതെന്ന് അറിയാൻ ഇനിയും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ അവസാന മണിക്കൂറുകളിൽ എങ്ങനെയാണ് മുന്നണികളുടെ ആത്മവിശ്വാസം? മനു സൂചിപ്പിച്ച പോലെ തന്നെ 2.5 മാസത്തോളം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. മണിക്കൂറുകൾ മാത്രമാണ് ഇനി വോട്ടെണ്ണലിന് ബാക്കിയുള്ളത്. എന്തായാലും മുന്നണികൾ വലിയ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. നാളെ 6 മണിയോടെ സ്ട്രോങ് റൂമുകൾ തുറക്കും. 8 മണിയോടെ ആയിരിക്കും വോട്ടെണ്ണൽ ആരംഭിക്കുക. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ തന്നെയായിരിക്കും എണ്ണുക. അതിനുശേഷം മാത്രമാണ് EVM മെഷീൻ വോട്ടുകൾ എണ്ണി തുടങ്ങുക. എന്തായാലും വലിയ ആത്മവിശ്വാസം മുന്നണികൾ പ്രകടിപ്പിക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു വലിയ ആവേശം BJP കേന്ദ്രങ്ങളിൽ കാണുന്നുണ്ട്. 3ാം തവണയും മോദി അധികാരത്തിലെത്തുമെന്നടക്കമുള്ള എക്സിറ്റ് പോൾ ഫലമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വന്നത്. അതിന് പിന്നാലെ വലിയ ആവേശത്തിൽ തന്നെ BJP മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. പ്രത്യേകിച്ചും ഇന്ന് JP നദ്ദയുടെ വീട്ടിൽ യോഗം ചേരുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. അതായത് അധികാരം ഉറപ്പിച്ചു എന്ന തരത്തിലാണ് BJP മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത 100 ദിവസത്തേക്കുള്ള കർമ്മപരിപാടികൾ വരെ പ്ലാൻ ചെയ്യുന്ന തരത്തിലേക്ക് യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് BJP. അതേസമയം വലിയ ആത്മവിശ്വാസത്തിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നുണ്ട്. ദേശീയ നേതാക്കളൊക്കെ തന്നെയും ഇന്ത്യ മുന്നണിയുടെ സഖ്യ കക്ഷികളൊക്കെ തന്നെയും അത്തരത്തിലുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. സോണിയാഗാന്ധി ഈ കുറച്ചു മുന്നെയാണ് പ്രതികരിച്ചത്. എക്സിറ്റ് പോൾ ഫലം തള്ളിക്കൊണ്ട് പലരും രംഗത്ത് വരുന്ന സ്ഥിതി തന്നെയാണ്. നമുക്കറിയാം, മുന്നത്തെ ചരിത്രമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ 2004 ഇതുപോലെ BJPക്ക് വലിയ നേട്ടമുണ്ടാകുമെന്ന തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നിരുന്നു. എന്നാൽ ഫലം പുറത്തു വന്നപ്പോഴേക്കും അതിന് നേരെ വിപരീതമായിട്ടുള്ള സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലവുമായി ബന്ധപ്പെട്ട ആധികാരികത അല്ലെങ്കിൽ വിശ്വാസ്യതയൊക്കെ വലിയ തരത്തിൽ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എക്സിറ്റ് പോൾ ഫലമല്ല, തീർത്തും വിപരീതമായിരിക്കും യഥാർത്ഥ ഫലം. അല്ലെങ്കിൽ നാളെ വോട്ടെണ്ണുമ്പോൾ ജനങ്ങൾ കൃത്യമായി വിധി എഴുതിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും വരുന്നത്. എന്തായാലും സോണിയാഗാന്ധിയും പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. കാത്തിരുന്നു കാണാം. നാളെ വോട്ട് എണ്ണുമ്പോൾ കൃത്യമായ ജനവിധി തന്നെയായിരിക്കും ഉണ്ടാവുക. മോദി സർക്കാർ ഒരിക്കലും അധികാരത്തിൽ വരില്ല. ഇന്ത്യ സഖ്യം അട്ടിമറി വിജയം നേടും. 295 സീറ്റുകൾ ഉറപ്പാണ് എന്ന തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേസമയം BJP നേതാക്കൾ BJP കേന്ദ്രങ്ങളിൽ വലിയ ആത്മവിശ്വാസം, എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആധികാരികതയിൽ നിന്നുകൊണ്ട് വലിയ ആവേശത്തിൽ തന്നെ BJP കേന്ദ്രങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തീകരിക്കുന്നു. അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. മനു.